ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് നമ്മുടെ സീതപ്പഴം, അതായത് ചീരാങ്കണ്ണി എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ നമ്മൾ പാലക്കാട് സൈഡാണ്, ചീരാങ്കണ്ണി എന്നാണ് കേട്ടോ ഇതിന് പറയുക. അപ്പോൾ സീതപ്പഴം എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സീതപ്പഴത്തിൻ്റെ വീഡിയോ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീതപ്പഴം കഴിക്കുന്നതുകൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ, അതായത് ഹെൽത്ത് ബെനിഫിറ്റ്സിന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു സീതപ്പഴം മാത്രമാണ് ഞാനന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലെ നമ്മുടെ ആ ഒരു മരം കൂടെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സീതപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അത് വലിയ മരമൊന്നും അല്ല കേട്ടോ, ഒരുപാട് അങ്ങനെ പൊക്കം പോയിട്ട് ഒരുപാട് വണ്ണത്തിൽ അങ്ങനെയൊന്നും അല്ല. അതാ ഈ കാണുന്ന പോലെ സിമ്പിളായിട്ടാണ് ഇത്. തടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. വളരെ ചെറിയൊരു മരമാണ്, എന്നാൽ ഒരുപാട് ചെറുതല്ല, ഒരുപാട് സ്പ്രെഡായിട്ട് അങ്ങനെ നിൽക്കുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിൽ നിറയെ നമുക്ക് സീതപ്പഴമുണ്ട്. ഈ ഒരു ചീരാങ്കണ്ണി ഉണ്ടല്ലോ, ഹെൽത്ത് വൈസൊക്കെ നമുക്ക് ഒരുപാട് ഗുണം തരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോസൊക്കെ തീർച്ചയായും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണേ. നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയുന്നത് നല്ലതല്ലേ ഗൈസ്. നമ്മളിപ്പോൾ ഏത് ഫ്രൂട്ട് കഴിക്കുമ്പോഴാണെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോവും, വാങ്ങും, കഴിക്കും. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ നമ്മൾ കഴിക്കും. പക്ഷെ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചിലത് നമുക്ക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ചില അസുഖങ്ങളുള്ളവർ ചില ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ ഗൈസ്. അപ്പോൾ തീർച്ചയായും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ആ ഒരു ചീരാങ്കണ്ണി മരം കേട്ടോ. നിറയെ ചീരാങ്കണ്ണി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് നമുക്ക് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് വെള്ളം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വാഷ് ചെയ്യുമ്പോൾ ആ ഒരു വെള്ളമാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്നും ആവശ്യമില്ല, സ്പെഷ്യലായിട്ട് കൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കണം എന്നൊന്നുമില്ല. പിന്നെ ഇപ്പം മഴയുള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് തീരെയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നന്നായിട്ട് ഇതിൽ ചീരാങ്കണ്ണി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേനൽ സമയത്ത് ചീരാങ്കണ്ണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഓരോ ചീരാങ്കണ്ണിയിലും ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ, എല്ലാറ്റിലും ഇല്ല, കുറച്ച് ചീരാങ്കണ്ണിയിലൊക്കെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഉണങ്ങി പോകുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് വെള്ളം ഇതിന് ആവശ്യം വന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് വെള്ളം, നമ്മൾ നല്ല വേനലാവുമ്പോൾ നമ്മൾ ഏത് ചെടിക്കാണെങ്കിലും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ. ആ ഒരു രീതിക്ക് നമ്മൾ ഇതിലും നല്ലപോലെ അപ്പോൾ കെയർ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ വളപ്രയോഗങ്ങളൊന്നും തന്നെ ഇതിൽ ആവശ്യമില്ല കേട്ടോ. നമ്മൾ വേറെ ഒന്നും നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളെന്ന് പറയുമ്പോൾ അത് നമുക്ക് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ തീർച്ചയായും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റംബൂട്ടാനും ഇതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നല്ല ചെടി നമ്മൾ കുറേ സ്ഥലങ്ങളിൽ വീണ്ടും വീട്ടിലെ തൊടിയിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് റംബൂട്ടാൻ്റെ. അപ്പോൾ ഇതിൽ നമുക്കൊരു 3 വർഷത്തിന് ശേഷം 3-5 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കായ് റംബൂട്ടാനിൽ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചീരാങ്കണ്ണി ആണെങ്കിലും നമുക്കൊരു 2-3 വർഷം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇതിൽ ഇത്രയും കായ് വരും. ഈ ഒരു മരം അത്രയും ഇതായിട്ട് പോകുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരാങ്കണ്ണിയാണ് കേട്ടോ ഇതിൽ കിട്ടുക. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് എല്ലാ ടൈമിലും നമുക്കിപ്പോൾ ചീരാങ്കണ്ണി കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു മരം ഉള്ളത് കൊണ്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങുക. അതുപോലെ അല്ലാട്ടത് വെറൈറ്റി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ്